ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനൊരു ഷോർട്ട് ചെയ്തിരുന്നു, മെൻ്റൽ ടഫ്നെസ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകാത്ത ആരും തന്നെ ഇല്ല അല്ലേ. അപ്പം ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്, നമുക്ക് മെൻ്റൽ ടഫ്നെസ് എങ്ങനെയാണ് കൈവരിക്കാൻ പറ്റുന്നത്, ടഫ്നെസ് എങ്ങനെ നമുക്ക് കൈവരിക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സ്റ്റോപ്പ് സീക്കിംഗ് സിമ്പതി. നമ്മൾ ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ ആണെങ്കിലും ആൾക്കാരുടെ സിമ്പതി കിട്ടാനായിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു, എങ്ങനെ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ മൊത്തവും അഴിച്ചിടും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതെല്ലാം ഇങ്ങനെ നമ്മുടെ ഈ കഥകളും പണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പം ഒരുപാട് അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാരെ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഇല്ലേ, സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മളിങ്ങനെ പറയാൻ തുടങ്ങും അല്ലേ. അത് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. എന്താ അവിടെ സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ ആൾക്കാരോട് കൂടുതലായിട്ട് അയ്യോ എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, എനിക്ക് സാമ്പത്തികമായി ഇങ്ങനെയാണ്, എനിക്കൊരു ഉയർച്ചയില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരോടുത്ത് പറയുമ്പോഴത്തേനും നമ്മൾ എന്ത് പറയാൻ അവരുടെ ഒരു ഇത് തന്നെയാണ് ഈ സിമ്പതി പിടിച്ചു പറ്റുക എന്നുള്ള കാര്യം. എനിക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിവേ, അങ്ങനെയുള്ള ആ ഒരു സംഭവം നമ്മൾ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ എന്ത് വന്നാലും എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ശക്തയാണ് അല്ലെങ്കിൽ ശക്തനാണ്, നമ്മളെ കൊണ്ട് ഇത് അതിജീവിക്കാൻ പറ്റും. നമ്മൾക്ക് ആരുടെയും ഒരു സിമ്പതിയുടെയും ആവശ്യമില്ല. അവിടെ നമ്മളാണ് സ്ട്രോങ് ആവേണ്ടത് അല്ലേ. നമ്മൾ സ്ട്രോങ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനും അത് സാധിക്കാനും പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മൾ തളരത്തില്ല, നമ്മൾ സ്ട്രോങ് ആണ് എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ വളർത്തിയെടുക്കുക, നമ്പർ 1. അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ മെൻ്റൽ ടഫ്നെസ് നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മളെപ്പോഴും ഈ അഫർമേഷൻസ് ഇങ്ങനെ പറയുക, ഐ ഹാവ് പെർഫെക്റ്റ് മെൻ്റൽ ടഫ്നെസ് ഓൾവേസ്. ഓക്കെ, ആ ഒരു അഫർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രോങ് ആയിരിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ മെൻ്റൽ ടഫ്നെസ് നമ്മൾ മുറുകെ പിടിക്കുക. ഇതിൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. ചലഞ്ചസ് ഇല്ലാത്ത ലൈഫ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. എപ്പോഴും ചലഞ്ചസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ചലഞ്ചസ് നമുക്ക് തരുന്ന എന്തിനാണ്, നമ്മൾ ഏതോ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സമയമായിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതോ പുതിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ആ ഒരു ചലഞ്ചാണ് നമുക്ക് അതിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ചലഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കൂടി നമ്മൾ സ്ട്രോങ് ആവണം. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, എന്ത് ഭൂലോകം ഇളക്കുന്ന കാര്യങ്ങൾ വന്നാലും അതിനെല്ലാം നിസ്സാരമായിട്ട് കാണുക, കാമായിരിക്കുക. എപ്പോഴും കാം ആൻഡ് സ്റ്റേബിളായിട്ട് നമ്മൾ ഇരിക്കുക. നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അയ്യോ ഇതിങ്ങനെ സംഭവിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു പോയല്ലോ എന്നിങ്ങനെ നമ്മൾ എന്ത് പറയാനാ 24 മണിക്കൂറും അതിന് തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത് 24 hours ആ കൊടുക്കുന്നതല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കാമായിരിക്കുക, നമ്മൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചിന്തിക്കുക, നമ്മൾ തളർന്നു പോകരുത്. അവിടെ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ എന്തോ നല്ല കാര്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മൾ തിങ്ക് ചെയ്യുക, നമുക്ക് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് പ്രകൃതി ശക്തി അവിടെ നമുക്ക് തരുവാണ് ചെയ്യുന്നത്. ശരിക്കും നിനക്ക് കഴിവുണ്ട്, നിന്റെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, നീ എന്താ അത് പുറത്തേക്ക് എടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രകൃതി ശക്തി അങ്ങനെ ഒരു ചലഞ്ച് തരുന്നതിലൂടെ നമ്മളിലേക്ക് ഇട്ട് തരുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ക്യാപ്പബിലിറ്റി പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക ചാൻസ് നമുക്ക് അവിടെ പ്രകൃതി ശക്തി തരുവാണ് ചെയ്തത് കേട്ടോ. ചലഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, ഓരോ ചലഞ്ചസും ഓരോ സക്സസ്സിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് നിങ്ങൾ കണക്കാക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു വീട്ടമ്മയായി തന്നെ
അവിടെ കിടന്ന് ആ ജീവിതം മൊത്തവും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തരം താഴ്ന്ന് പോകരുത്. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വീട്ടമ്മയിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ പോയി ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 10 പൗണ്ട് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപോലെ തന്നെ കഴിവുണ്ട്. എല്ലാവരുടെ മൈൻഡിനും ഒരുപോലെ കഴിവുണ്ട്. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ചില പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരിലുള്ള സ്കില്ലുകൾ ബിസിനസ് സ്കില്ലാണെങ്കിൽ അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് അവർ ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി അവരതിൽ നിന്ന് ഏൺ ചെയ്ത് അവർ നല്ല ലക്ഷറീസ് ആയിട്ട് അവർ ജീവിക്കുന്നു. ഈ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ കഴിവുകളൊന്നും അവർ പുറത്തേക്ക് എടുക്കില്ല. ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടംപോലെ കഴിവുകൾ ഉണ്ടാവും. അവർ മനസ്സിലാക്കുന്നില്ല എന്താണ് എന്നിലുള്ള പൊട്ടൻഷ്യൽ, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. കാരണം അവർ കംഫർട്ട് സോണിലാണ്. അവർ രാവിലെ മൊത്തം പണിയെല്ലാം ചെയ്ത് അതും കഴിഞ്ഞ് കുറച്ച് സമയം ടി വി ഒക്കെ വാച്ച് ചെയ്ത് ഇങ്ങനെ ടി വിയിലൊക്കെ ഉള്ള എന്താ പറയുക നെഗറ്റീവ് എല്ലാം വലിച്ചു കയറ്റി പിന്നെ മൊബൈലുണ്ട്, മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്ത് സമയം വെറുതെ കൊല്ലുവാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ആവാൻ പാടില്ല. ശരിക്കും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ 5% എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 95% പ്രകൃതി ശക്തി നമ്മളിലേക്ക് എത്തിച്ചു തരും. നമ്മൾ അവിടെ ഇരുന്നും കൊണ്ട് അതൊന്നും മീൻസ് മൈൻഡ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി സത്യം പറഞ്ഞാൽ. അപ്പം ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മുടെ കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും അവർ ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സാധിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ നമുക്ക് പണ്ടൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല വില കൂടിയ ചില ഡ്രസ്സുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ക്യാഷ് നോക്കുമ്പോൾ അത്രയും വലിയ പൈസ അതൊന്നും കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുണ്ട്, നമ്മുടെ ഹസ്ബൻഡുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ, നമുക്ക് പിന്നെ ആണെങ്കിൽ നോക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ടായിരുന്നല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നുവെങ്കിൽ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നുവെങ്കിൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ വാങ്ങാൻ പറ്റാതെ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായിട്ടും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ശരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ വിചാരിക്കും എന്ത് ബിസിനസ്സാണ് എനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നത്, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്കിങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യുമെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും പാഷൻ വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല വേറൊരാൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് ഒറ്റ ഇൻകം ഫോക്കസ് ചെയ്യാതെ നിങ്ങളെപ്പോഴും മൾട്ടിപ്പിൾ ഇൻകം നിങ്ങൾ ഫോക്കസ് ചെയ്യും. നമ്മൾ ഒറ്റ ഇൻകത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയുക നാരോ മൈൻഡഡ് ആയി പോകും. മനസ്സിലായോ? ആ ഒരു വരുമാനത്തിൽ ഇരുന്നു കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് വന്നിട്ട് നമ്മൾ ആലോചിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഉള്ള കഴിവ് എന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് പടിപടിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരെണ്ണം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിന് അഫർമേഷൻസ് എഴുതി അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഗോളൊന്ന് അച്ചീവ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് അറിയാതെ തന്നെ നമ്മൾ പുതിയ തലങ്ങൾ നമ്മൾ ചിന്തിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. അതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. നമ്മൾ എന്താണോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതിലേക്കുള്ള കാര്യങ്ങൾ പ്രകൃതി ശക്തി നമ്മളിലേക്ക് എത്തിച്ചു തരും. അതല്ലേ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിംഗിൾ ഇൻകത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാതെ, ജോലിയുള്ളവരാണെങ്കിൽ ഒരു 20,000 രൂപ സാലറികൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യും, നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്ക് 30,000 ഏൺ ചെയ്യണം. 30,000 ഏൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 50,000 അവർ ഫോക്കസ് ചെയ്യും. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനുള്ള കാര്യങ്ങളാണ് എൻ്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ. എൻ്റെ പേര് ഷജീല ഹലിമ, ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്.
വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കുക, ഇൻഡിപെൻഡൻറ്റ് ലൈഫ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക. ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുതന്നെ മറ്റൊരു പ്രധാന കാര്യം സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. സെൽഫ് ലവ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വാച്ച് ചെയ്യാവുന്നതാണ്. സെൽഫ് ലവ് നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പാമ്പർ ചെയ്യുക. നമ്മൾ എല്ലാ രീതിയിലും കെയർ ചെയ്യുക. നമ്മുടെ ഓരോ ശരീരഭാഗങ്ങൾക്കും നമ്മുടെ ഓരോ ഓർഗൻസിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ഓർഗൻസിനെയും നമ്മൾ കെയർ ചെയ്യുക. നമ്മൾ തന്നെ കെയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങും. അതതിൻ്റെ ലോജിക്കാണ് കേട്ടോ. മീൻസ് അതിനകത്തുള്ളൊരു സീക്രട്ടാണിത്. നമ്മളെ സ്നേഹിക്കുക. നമ്മളെ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്നേഹിച്ച് നോക്കിയേ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ അതിഭയങ്കരമായി സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ലവ് നമ്മൾ വർദ്ധിപ്പിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ള സമയം കണ്ടെത്തുക. ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഈ ഓട്ടപ്പാച്ചിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊടുക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ സമയം കിട്ടും? ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് കേട്ടോ. ഞാനിതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഓർഡിനറി എനിക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാനാ എന്നെ ഒന്ന് നോക്കാൻ കൂടി എനിക്ക് സമയം ഉണ്ടായില്ല. ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ ഇത് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഓടി നടക്കുന്നത്? നമ്മളെ സ്നേഹിക്കുക. നമുക്കുള്ള ജീവിതം, നമുക്ക് ഒരേ ഒരു ജീവിതം നമുക്ക് കിട്ടി, ദാനം പോലെ അല്ലേ? അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഗ്രേറ്റ്ഫുള്ളോടുകൂടി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് ലവ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബോഡിയെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക. നമ്മുടെ ബോഡിയുടെ ഓരോ ഓർഗൻസിനെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരല്ലേ 24 hours നമ്മുടെ ഓർഗൻസ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുവാണല്ലേ. അവർ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യുവാണല്ലേ. എന്നിട്ട് നമ്മൾ അതിനെന്തെങ്കിലും ഒരു കെയർ കൊടുക്കുന്നുണ്ടോ? അവിടേക്കൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? വല്ല വേദനയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആ ഒരു അവയവം നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ. പക്ഷേ എനിക്ക് നീ പെയിൻ ആയിരുന്നു, നീ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം ആ സമയത്താണ് ഞാൻ കൂടുതൽ ആ കാലിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. മീൻസ് അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കെയർ ചെയ്തില്ല. നമ്മൾ കണ്ടിന്യൂസ് അതിനെ പണി എടുപ്പിച്ചു കൊണ്ടേയിരുന്നു. അതിനൊരു റെസ്റ്റ് വേണ്ടേ? ഒരു മെഷീനായപ്പോലും അതിനൊരു റെസ്റ്റ് ഇടയ്ക്ക് കൊടുക്കണ്ടേ നമ്മൾ? അതുപോലെ നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ അവയവത്തിനെയും നമ്മൾ പർപ്പസ്ഫുള്ളി ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ നന്ദി പറയുക അതിനും. അപ്പോൾ അവർക്കും കൂടുതലായിട്ട് നമ്മളിലേക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരികയും അവിടെ നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്ത് അഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഹെൽത്ത് അഫർമേഷൻസ് നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കണം. റെക്കോർഡ് ചെയ്ത് വെച്ചാലും മതി, ആ റെക്കോർഡ് നമ്മൾ കേട്ടാലും മതി കേട്ടോ. അപ്പോൾ ഹെൽത്ത് അഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് അഫർമേഷൻസ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളുണ്ടെങ്കിലല്ലേ, ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ഗോളുകൾക്ക് അച്ചീവ് ചെയ്യണം അല്ലേ. ഗോളുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ലൊരു മൈൻഡ് വേണം, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് വേണം അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡിൽ നിന്നേ സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് വരുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള തോട്ടുകൾ കൊടുക്കുമ്പോഴാണ് അത് ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. വേറൊരു കാര്യം സെൽഫ് ടോക്ക് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യിപ്പിക്കണം നമ്മളോട് തന്നെ കേട്ടോ. നിങ്ങൾ എപ്പോഴും സെൽഫ് ടോക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേർഡുകൾ, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന വാക്കുകൾ, ഇതെല്ലാം നിങ്ങൾ എപ്പോഴും സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക.
ഈ സെൽഫ് ടോക്ക് ചെയ്യുന്നതിലൂടെ എന്താ അവിടെ പറ്റുക, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവുകയാണ്, നമ്മുടെ പോസിറ്റിവിറ്റി കൂടുകയാണ്. നമ്മുടെ എനർജി ഹൈ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഫ്രീക്വൻസികൾ ഹൈ ആവും. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് വഴി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ അറിയിക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ വിത്ത് ഷജീസ് വ്ലോഗ്സ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ. താങ്ക് യു.